വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യത്തിൽ ഇന്ന് ചർച്ച നടക്കും. ഗതാഗത സെക്രട്ടറി പി.ബി. നൂഹാണ് ചർച്ച നടത്തുന്നത്. 11 മണിക്ക് വിദ്യാർത്ഥി സംഘടനകളുമായും 11:30 സ്വകാര്യ ബസ് ഉടമകളുമായും വെവ്വേറെയാണ് ചർച്ച നടക്കുക. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും. ഷിജോ, 22-ന് അനിശ്ചിതകാല സമരം നടത്താനിരുന്നതാണ് ബസ് ഉടമകൾ, പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥി കൺസെഷൻ എന്ന ആവശ്യത്തിൽ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ബസ് ഉടമകൾ ഉറച്ചു നിൽക്കുകയും അത് സാധ്യമല്ല എന്ന ആവശ്യത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ചർച്ച കുറച്ച് കടുപ്പമായിരിക്കും. അതെ ജലസി, ചർച്ച കുറച്ച് കടുത്തു തന്നെ ആയിരിക്കും. കാരണം എങ്ങനെ ഇതിനകത്തൊരു സമവായത്തിലേക്ക് എത്തും എന്നുള്ള ഒരു സംശയം ഇപ്പോൾ തന്നെ ആ ഗതാഗത വകുപ്പിനുണ്ട്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ കാലമായിട്ട് സ്വകാര്യ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നതാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ കൂട്ടുക എന്നുള്ളത്. നിലവിൽ ₹1 കൺസെഷൻ എന്നുള്ളത് 5 രൂപയാക്കണം എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണ സ്വകാര്യ ബസ് ഉടമകൾ സംസ്ഥാന സർക്കാരിനെ സമീപിക്കുകയും ഗതാഗത മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങൾ പലവട്ടം ആശയവിനിമയം നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അപ്പോഴും വിദ്യാർത്ഥി കൺസെഷൻ കൂട്ടുന്ന കാര്യം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല, അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നുള്ള കാര്യം വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ വിദ്യാർത്ഥി കൺസെഷൻ കൂട്ടിയാൽ അത് വലിയ പ്രതിഷേധത്തിലേക്ക് വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. നിലവിൽ ₹1 എന്നുള്ളത് 5 രൂപയാക്കി ഉയർത്തുക എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം. അത് അംഗീകരിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കമല്ല. നിലവിൽ മറ്റ് പല വിദ്യാർത്ഥി സംഘടനകളും അതിനെതിരെ പ്രത്യക്ഷമായിട്ടുള്ള സമരവുമായിട്ട് നേരത്തെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിലാണ് ഇന്നിപ്പോൾ ഗതാഗത സെക്രട്ടറി പി.ബി. നൂഹ് ചർച്ച വിളിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകളുമായിട്ടും അതുപോലെ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തും. രാവിലെ 11 മണിക്ക് ആദ്യം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തും. അതിനകത്ത് വിദ്യാർത്ഥി സംഘടനകൾ ഉന്നയിക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കേൾക്കും. അതായത് ₹1 എന്നുള്ളത് 5 രൂപയാക്കാൻ എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ അനുവദിക്കില്ല. അത് ₹1 എന്നുള്ളത് കുറച്ചെങ്കിലും കൂട്ടാനായിട്ട് സമ്മതിക്കുമോ, അല്ലെങ്കിൽ അതിനകത്തൊരു സാധ്യത തേടാനുള്ള പക്ഷേ ഒരു ശ്രമം സർക്കാർ തലത്തിൽ നടക്കും. അതിനോട് വിദ്യാർത്ഥി സംഘടനകൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് പിന്നാലെയായിരിക്കും സ്വകാര്യ ബസ് ഉടമകളുമായിട്ട് 11:30 ഗതാഗത സെക്രട്ടറി പി.ബി. നൂഹ് ചർച്ച നടത്തുക. ₹5 എന്നുള്ളത് അംഗീകരിക്കാൻ ഒരുപക്ഷെ സർക്കാരും തയ്യാറാകില്ല. ₹5 നിന്ന് കുറയ്ക്കാനുള്ള ഒരു ശ്രമം സ്വകാര്യ ബസ് ഉടമകൾ തയ്യാറാകുമോ എന്നുള്ള കാര്യം കൂടി ചർച്ചയിലുണ്ടാകും. എന്തായാലും ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിനകത്തൊരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത്.